നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി MLS കപ്പിൽ കിരീടം ചൂടിയതിൻ്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് മയാമിയുടെ ആരാധകർ, ലയണൽ മെസ്സിയുടെ ആരാധകർ. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത, ലിയോ മെസ്സിയും കട്ടച്ചങ്കായ ലൂയിസ് സുവാരസും തൽക്കാലത്തേക്കെങ്കിലും വഴി പിരിയും എന്നുള്ളതാണ്. അതായത് സുവാരസ് ഇന്റർ മയാമി വിടാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അദ്ദേഹം ഉറുഗ്വായിലേക്ക് മടങ്ങിപ്പോകും എന്നതാണ്. ഫൈനൽ തീരുമാനം വന്നിട്ടില്ല, അധികം വൈകാതെ അത് പുറത്തേക്ക് വരും എന്നതാണ് മയാമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന മാധ്യമങ്ങളൊക്കെ ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്ലേ ഓഫിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ സുവാരസിനെ പുറത്തിരുത്തിക്കൊണ്ടാണ് ഹാവിർ മഷ്റാനോ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതും ടീം വിജയിച്ച് കയറിയതും. സുവാരസിൻ്റെ ഒരു പ്രാധാന്യം മയാമി ടീമിൽ കുറയുന്നു എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ട്. മാത്രമല്ല, മറ്റ് അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണയിലെ സഹതാരങ്ങളായിരുന്ന ജോഡി ആൽബയും ബുസ്കറ്റ്സുമൊക്കെ അവിടെ നിന്ന് ബൂട്ടഴിച്ചിട്ടുണ്ട്. അവർ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് സുവാരസുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി വരുന്നത്. നമ്മൾ ആ വാർത്തയിലേക്കൊന്ന് നോക്കിയാണ്. ഇതിലിപ്പോൾ ഉറുഗ്വായി മാധ്യമങ്ങളാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മയാമിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന ചില മീഡിയകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത്, വരുന്ന മണിക്കൂറുകളിൽ, അതായത് ഇന്ന് തന്നെ സുവാരസ് നാസിയോണലിൻ്റെ കോച്ചുമായിട്ട് മീറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിന് ഉറുഗ്വായ് ക്ലബിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു പോസിബിൾ റിട്ടേണിനെ കുറിച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നതാണ് അതിൽ പറഞ്ഞ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നു, ലൂയിസ് സുവാരസിൻ്റെ മക്കൾ ഓൾറെഡി ഉറുഗ്വായിലെ സ്കൂളിൽ എൻറോൾ ചെയ്തിരിക്കുന്നു. ദി ഫസ്റ്റ് റിയൽ സ്റ്റെപ്പ് ടുവേർഡ് ദി ഇന്റർ മയാമി സ്ട്രൈക്കേഴ്സ് റിട്ടേൺ ടു നാസിയോണൽ എന്നാണ് അതിനെ വിലയിരുത്തുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ മക്കൾ അവിടെ സ്കൂളിൽ എൻറോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നാസിയോണിലേക്കുള്ള താരത്തിൻ്റെ മടങ്ങിപ്പോക്കിൻ്റെ ആദ്യത്തെ റിയൽ സ്റ്റെപ്പായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നാസിയോണൽ എന്ന് പറയുന്ന ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലെ ക്ലബ്ബാണ്. 2005-2006 സീസണിൽ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് ആ ക്ലബ്ബിലൂടെയാണ്. പിന്നീട് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്കൊക്കെ കളിച്ച് 2020-22 സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ചതിന് ശേഷം അദ്ദേഹം യൂറോപ്പ് വിട്ട് ആദ്യം മടങ്ങിപ്പോയതും നാസിയോണലിലേക്ക് തന്നെയായിരുന്നു. 2022-23 സീസണിൽ അദ്ദേഹം അവിടെ കളിച്ചു. അതിനുശേഷം അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബ് ഗ്രമിയോയിലേക്ക് ചേക്കേറി 2024 അദ്ദേഹം മെസ്സിക്കൊപ്പം കളിക്കാനായിട്ട് ഇന്റർ മയാമിയിലേക്ക് എത്തുന്നത്. അവിടെ ഇപ്പോൾ ഈ ഒരു കിരീട നേട്ടമൊക്കെ നേടിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം ക്ലബ്ബ് വിടാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ട്. ഏതായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ, ഒഫീഷ്യൽ വിവരങ്ങളൊക്കെ പിന്നാലെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.